ഹായ് ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത് ഓത്ത് എങ്ങനെ കോഡ് എഴുതിയിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നാണ്. സോ ഇന്നലത്തെ ഓത്തിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് കണ്ടിട്ട് വരാം. ബിക്കോസ് അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വർക്ക് ഫ്ലോ മൊത്തം പറഞ്ഞു തരുന്നുണ്ട്. സോ അത് കണ്ടിട്ട് മാത്രം നിങ്ങൾ ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, സോ നിങ്ങൾ ആദ്യം തന്നെ ക്രോം എടുക്കുക, ദെൻ ഗൂഗിൾ കൺസോൾ എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുക്കുക. ഗൂഗിൾ കൺസോൾ ഡെവലപ്പേഴ്സ്, ആ ഫസ്റ്റ് എടുക്കുന്ന സൈറ്റിലേക്ക് പോവുക. അതിന് ശേഷം നിങ്ങൾ ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും സൈഡിലായിട്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ക്രിയേറ്റ് ക്രെഡൻഷ്യൽ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും, അതിൽ ഓത്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അപ്ലിക്കേഷൻ ടൈപ്പ് വെബ് ആപ്പ് സെലക്ട് ചെയ്യുക, എന്തെങ്കിലും പേരിടാം. ദെൻ ഞാനിവിടെ സേവ് അടിക്കുകയാണ് ഗൈസ്. ഓക്കെ, സേവ് അടിച്ചപ്പോൾ തന്നെ നമുക്ക് ക്ലയൻറ്റ് ഐഡിയും ക്ലയൻറ്റ് സീക്രട്ടും കിട്ടുന്നതായിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് കോൾ ബാക്ക് URL വെക്കണം. കോൾ ബാക്ക് URL വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഓതറൈസ്ഡ് റിഡയറക്റ്റ് URL എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ URIs. ഓക്കെ, അപ്പോൾ അത് അതിൽ നമുക്കിവിടെ ഞാൻ ഇപ്പോൾ ടൈപ്പ് ചെയ്യുന്ന പോലെ നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് വയ്ക്കാം. നിങ്ങളുടെ വെബ്സൈറ്റ് അതിൻ്റെ ഡൊമൈൻ നെയിം വരുമ്പോൾ ആ ലോക്കൽ ഹോസ്റ്റ് മാറ്റിയിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ നെയിം വയ്ക്കണം. ഓക്കെ, സോ ഞാൻ ഇവിടെ തൽക്കാലം ലോക്കൽ ഹോസ്റ്റ് /oth/google/ കോൾ ബാക്ക് എന്ന് വെച്ച് സേവ് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് ഇനി പുതിയൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാം. സോ അതിനായിട്ട് ഞാനൊരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഓത്ത് ട്യൂട്ടോറിയൽസ് എന്ന് പറഞ്ഞൊരു ഫോൾഡറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിവിടെ npm init അടിക്കാം. npm init അടിച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് package.json ഫയൽ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ദെൻ ഞാനിവിടെ ഒരു ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഫയലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് കുറച്ച് ഡിപ്പെൻഡൻസീസ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് മോഡ്യൂൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. സോ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക. സോ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ സംഭവങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക. കുറച്ച് സാധനങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം. അത് നിങ്ങൾ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ ടെർമിനലിൽ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ നമുക്ക് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ വീഡിയോയുടെ ഇടയിലൊക്കെ ആയിട്ട് ഇൻസ്റ്റാളിങ്ങും പറഞ്ഞുതരാം. ഓക്കെ, ദെൻ നമുക്കിവിടെ app.jsലേക്ക് വരാം. അതിന് മുമ്പ് നമുക്ക് .env എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ക്ലയൻറ്റ് ഐഡിയും ക്ലയൻറ്റ് സീക്രട്ടും നമുക്ക് അതിൽ സേവ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ക്ലയൻറ്റ് ഐഡി ഞാൻ എടുക്കുകയാണ്. ദെൻ ഞാനിവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ക്ലയൻറ്റ് സീക്രട്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതും പേസ്റ്റ് ചെയ്യുക. ക്ലയൻറ്റ് ഐഡി ക്ലയൻറ്റ് സീക്രട്ടൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ ആ വീഡിയോ കണ്ടിട്ട് വരാം. ഓക്കെ, എന്നാലാണ് നിങ്ങൾക്കൊരു വിഷ്വലൈസ്ഡ് സംഭവം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ .envയുടെ കോൺഫിഗ് ഫസ്റ്റ് തന്നെ കൊണ്ടുവയ്ക്കണം. സോ അതിനായിട്ട് ഞാൻ ഇവിടെ ഫുള്ളി ഞാൻ സെർച്ച് ചെയ്ത് കാട്ടിരുവാണ്. അതായത് .env കോൺഫിഗ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ അടിയെ പോയി കഴിഞ്ഞാൽ .envയുടെ npm മോഡ്യൂളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എക്സ്പ്രസ്സിൻ്റെ ഫസ്റ്റത്തെ കോൺഫിഗ്, അതായത് ഫസ്റ്റത്തെ കുറച്ച് ടെംപ്ലേറ്റ് കോഡ് ഉണ്ട്, അത് നമുക്ക് ChatGPTയോട് ചോദിച്ചെടുക്കാം. സോ express.js ഫസ്റ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുക്കാം. ഓക്കെ, express.js ബേസിക് കോഡ് എന്നാണ് അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് എ സെർവർ എന്നൊക്കെ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ചെറിയൊരു കോഡാണ്, ജസ്റ്റ് കോപ്പി ചെയ്യുക, ദെൻ അടിയിലോട്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സെർവർ റൺ ചെയ്യാനുള്ള കോഡായിട്ടുണ്ട്. ദെൻ app.js എന്ന് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സെർവർ ഇവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, നമ്മുടെ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ സെർവർ വന്നിട്ടുണ്ട്. ദെൻ നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ട് ഗൂഗിൾ ഓത്ത് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഓക്കെ, വൈ ഇറ്റ്സ് നോട്ട് ഇൻസ്റ്റാളിങ്. ഓക്കെ, നമുക്ക് എക്സ്പ്രസ് സെഷൻ എന്ന് പറഞ്ഞൊരു സംഭവങ്ങളും ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. സോ നിങ്ങളതൊക്കെ ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഫുൾ കോഡ് കാണാൻ പറ്റും. ഓക്കെ, ദെൻ ഞാൻ എൻ്റെ ഗിറ്റ്ഹബ് റെപ്പോസിറ്ററിയിൽ ഈ ട്യൂട്ടോറിയലിൻ്റെ സോഴ്സ് കോഡ് ഇട്ടിട്ടുണ്ട്, നിങ്ങളത് എടുക്കുക ഗൈസ്. ഓക്കെ, അത് എടുത്തിട്ട് നോക്കാം. അതായത് ഞാനിവിടെ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഫുൾ കോഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമാണ്. അല്ലാണ്ട് ഇനി കോഡ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലെങ്തായി പോകും. സോ നമുക്കിനി നമ്മുടെ കോഡ് ജസ്റ്റ് മൊത്തം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ലൈൻ ബൈ ലൈൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഫുൾ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി ഓരോ ലൈൻ ബൈ ലൈൻ നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. സോ ഫസ്റ്റത്തെ .env, ദെൻ എക്സ്പ്രസ്സിൻ്റെ പിന്നെ പോർട്ട് തുടങ്ങാനുള്ളത്, പിന്നെ app.use എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഡിൽ വെയർ ആണ്. ഇത് നമ്മുടെ സെഷൻ ഫസ്റ്റ് സെർവറിലേക്ക് എത്തുമ്പോൾ ഇവിടെ ചെക്ക് ചെയ്യാനുള്ള സംഭവമാണ് ഇവിടെ കോൺഫിഗ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ദെൻ നമുക്കിവിടെ പാസ്പോർട്ട് ഇനീഷ്യലൈസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, ഇതും മിഡിൽ വെയർ ആണ്. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് മിഡിൽ വെയർ ആയിട്ട് സെറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ്. പാസ്പോർട്ടിനെ കൊണ്ട് സെഷൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് കോഡും ടൈപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ മംഗൂസിൻ്റെ കണക്റ്റിംഗ് കോഡാണ്. സോ നിങ്ങൾക്ക് ഈ കോഡ് അറിയില്ലെങ്കിൽ എൻ്റെ മംഗൂസ് ട്യൂട്ടോറിയൽ കണ്ടിട്ട് വരാം. ഓക്കെ,
ഓക്കെ, അതിന് ശേഷം നമുക്കിവിടെ ഒരു പാസ്പോർട്ട് യൂസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു മിഡിൽ വെയർ വെച്ചിട്ടുണ്ട്. ഇവിടേക്ക് ഞാൻ കുറച്ച് മുമ്പ് വരാം. ബിക്കോസ് ഈ കോഡ് ജസ്റ്റ് ഇതിൻ്റെ ലൈൻ ബൈ ലൈൻ ഇതിൻ്റെ വർക്കിംഗ് മനസ്സിലായാലാണ് നിങ്ങൾക്ക് ടോട്ടലി മൊത്തം മനസ്സിലാവുള്ളൂ. സോ ഓക്കെ, ഇത് സ്ലാഷ് റൗട്ടാണ്. ഇതിൻ്റെ അകത്ത് ഞാനിവിടെ ജസ്റ്റ് ഒരു ആഡ് ടാഗിൻ്റെ അകത്ത് ലോക്കൽ ഹോസ്റ്റ് സ്ലാഷ് ഓത്ത് സ്ലാഷ് ഗൂഗിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസർ. ഓക്കെ, യൂസർ മോഡൽ ഞാൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യൂസർ മോഡലിൻ്റെ അകത്ത് ഇമെയിലും ഗൂഗിൾ ID എന്ന് പറഞ്ഞ 2 സംഭവങ്ങളാണ് ഞാനിവിടെ യൂസർ സ്കീമയിൽ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഈ യൂസർ സ്കീമൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് വരാം. ഓക്കെ, ദെൻ ഞാനിവിടെ സെർവർ കണക്ട് ചെയ്യുവാണ്. ഓക്കെ, നമ്മുടെ സെർവർ കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ ഇനി ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു നോക്കാം. അതായത് ഫസ്റ്റ് നമ്മുടെ കാണുന്നത് സ്ലാഷ് റൗട്ടാണ്. ഓക്കെ, സ്ലാഷ് റൗട്ടിൻ്റെ അകത്ത് ലോക്കൽ ഹോസ്റ്റ് സ്ലാഷ് ഓത്ത് സ്ലാഷ് ഗൂഗിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ കോഡ് എന്താ വർക്കാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഞാൻ അടുത്ത കൊടുത്തിരിക്കുന്നുള്ള ഗെറ്റ് റൗട്ടിലേക്കാണ് പോവുക. ഈ ഗെറ്റ് റൗട്ടിൽ എന്താ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗൂഗിൾ സെർവറിലേക്കുള്ളൊരു URL ആണ്. ദെൻ ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഗൂഗിളിൻ്റെ സെർവറിൽ എത്തുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സ്ലാഷ് ഗൂഗിൾ എന്നാണ് പറഞ്ഞത്, ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് സ്ലാഷ് ഔട്ട് സ്ലാഷ് ഗൂഗിൾ എന്നാണ്. ജസ്റ്റ് അത്രയ്ക്കുള്ള ഡിഫറൻസ്. എന്തിട്ടായാലും നിങ്ങൾ എന്ത് കൊടുത്താലും passport.authentication എന്ന് പറഞ്ഞ് അടിച്ച് നിങ്ങൾ ആ രണ്ടിലും സെയിം URL കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിളിൻ്റെ സെർവറിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, ഗൂഗിളിൻ്റെ സെർവറിൽ എത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഹെഡർ സെക്ഷനിൽ വന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ക്ലയൻറ്റ് ID കാണാൻ പറ്റും. ഓക്കെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഗൂഗിളിൻ്റെ സെർവറിലേക്ക് ആപ്ലിക്കേഷൻ്റെ ക്ലയൻറ്റ് IDയും അതുപോലെ തന്നെ ആ URLും കൂടിയിട്ടാണ് എത്തുന്നത്. നമുക്കിവിടെ ക്ലയൻറ്റ് ID നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഹെഡേഴ്സിലേക്ക് പോവാം. ഓക്കെ, നെറ്റ്വർക്ക് ടാബ്സിൽ ഹെഡേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ക്ലയൻറ്റ് ID എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മുടെ സെർവറിൽ അടിച്ചു കൊടുത്ത ക്ലയൻറ്റ് ID കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ക്ലയൻറ്റ് സീക്രട്ട് ഉണ്ടാവില്ല. ഓക്കെ, ക്ലയൻറ്റ് സീക്രട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ക്ലയൻറ്റ് ID കൊടുത്ത് ജസ്റ്റ് യൂസർ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ആപ്ലിക്കേഷന് ഒരു ഓത്ത് കോഡ് കിട്ടുന്നത്. ആ ഓത്ത് കോഡ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഗൂഗിൾ സെർവറിലേക്ക് ക്ലയൻറ്റ് സീക്രട്ട് വെച്ചൊരു റിക്വസ്റ്റ് അയക്കും. അപ്പോഴാണ് ആക്സസ് ടോക്കണും പ്രൊഫൈലും ഇമെയിലും കിട്ടുന്നത്. ഓക്കെ, ദെൻ ഞാനിവിടെ ആക്സസ് കൊടുക്കുകയാണ്. എൻ്റെ ആപ്പ് തന്നെയാണ്, ഞാൻ ആക്സസ് കൊടുക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ഓൺ ദാറ്റ് കണ്ടിന്യൂ. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇനി എന്ത് നടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡാഷ്ബോർഡ് പേജിലേക്ക് എത്തി. ഓക്കെ, അപ്പോൾ ഈ ഡാഷ്ബോർഡ് പേജിലേക്ക് എത്തുന്നവരുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതായത് ഔത്ത് കോഡ് കൊടുത്തുള്ള പരിപാടി. അതിൻ്റെ ഔത്ത് കോഡ് കിട്ടി ആക്സസ് ടോക്കൺ കിട്ടി കഴിയുമ്പോൾ എവിടേക്കൊക്കെ പോകണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഔത്ത് കോഡ് കൊടുത്ത് ഈ ആക്സസ് ടോക്കൺ വരുന്ന URL ആണ് നമ്മുടെ /auth/google/callback. ഇതാണ് നമ്മുടെ ഗൂഗിൾ സെർവറിൽ നമ്മൾ ഓതറൈസ്ഡ് റിഡയറക്റ്റ് URIs എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ സ്ട്രാറ്റജീൻ്റെ അകത്ത് വരും. ഓക്കെ, അതിൻ്റെ അകത്ത് വന്നിട്ട് നമ്മൾ കോൾ ബാക്ക് URL എന്ന് ഒരു വട്ടം കൂടി കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്ന കോൾ ബാക്ക് URL നമ്മുടെ ഗൂഗിൾ സെർവറിൽ വെച്ചത് നമ്മുടെ ആപ്പ് സെർവറിലും വെച്ചത് സെയിം ആണെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വയ്ക്കുന്നത്. ഓക്കെ, ദെൻ അതിന് ശേഷം നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ നേരത്തെ കൊടുത്തിരിക്കുന്ന ആ ഗെറ്റ് റൗട്ട് ഉണ്ടല്ലോ, അതിൻ്റെ അകത്തുള്ള മിഡിൽ വെയറിനെ ആക്സസ് ചെയ്യും. മിഡിൽ വെയറിനെ ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് 2 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് സക്സസ് ആവുകയാണെങ്കിൽ ഏത് പേജിലേക്ക് പോകണമെന്നും അതുപോലെ തന്നെ ഫെയിൽ ആവുകയാണെങ്കിൽ ഏത് പേജിലേക്ക് പോകണമെന്നും. ഓക്കെ, ഈ 2 സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ 2 സംഭവങ്ങൾ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മിഡിൽ വെയർ നേരെ പോകുന്നത് നമ്മുടെ ഗൂഗിൾ സ്ട്രാറ്റജീൻ്റെ 2ാമത്തെ കോഡിലേക്കാണ്. അതായത് ആദ്യത്തെ കോഡിലേക്ക് വന്ന് ഇപ്പുറത്തേക്ക് വന്ന് പിന്നെയും അവിടേക്ക് തന്നെയാണ് പോകുന്നത്. ഓക്കെ, അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആക്സസ് ടോക്കൺ കിട്ടും, പ്രൊഫൈൽ കിട്ടും, അതുപോലെ തന്നെ ഡൺ എന്ന് പറഞ്ഞൊരു കോൾ ബാക്കും കിട്ടും. ഓക്കെ, ഈ പ്രൊഫൈലിനകത്തുള്ള സംഭവങ്ങളാണ് നമ്മൾ ഇനി ആക്സസ് ചെയ്യാൻ പോകുന്നത്. ഈ പ്രൊഫൈലിൽ നമ്മൾ ട്രൈ ക്യാച്ച് ബ്ലോക്കിൽ നമ്മുടെ യൂസറിൻ്റെ അകത്തേക്ക് ഈ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഞാൻ കൊണ്ടുവയ്ക്കുകയാണ്. ഈ പ്രൊഫൈൽ നിങ്ങൾക്ക് കൺസോൾ ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമെയിലും കിട്ടും, പ്രൊഫൈൽ ഗൂഗിൾ IDയും കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈൽ ഇമേജും കിട്ടും. ഓക്കെ, ദെൻ ഇവിടെ ഞാനൊരു കണ്ടീഷണൽ ബ്ലോക്കാണ് വെച്ചിരിക്കുന്നത്. അതായത് യൂസർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറ്റണ്ട, അല്ലെങ്കിൽ യൂസർ ഇല്ലെങ്കിൽ കയറ്റാം. ഓക്കെ, അതായത് ആ യൂസറിനെ ഇട്ടിട്ട് ഒരു സെഷൻ ID ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഇവിടെ ഡണ്ണെന്ന് അടിച്ചു കഴിഞ്ഞാൽ നേരെ പോകുന്നത് എവിടേക്കാണ്? passport.serialize ഡീസീരിയലൈസിൻ്റെ അകത്തേക്കാണ്. നമ്മുടെ
റിട്ടേൺ ഡൺ എന്ന് പറഞ്ഞാൽ ആ കോൾ ബാക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഡൺ എന്ന് അടിക്കുന്നത് നെക്സ്റ്റ്, അതായത് നമ്മുടെ മിഡിൽ വെയറിൽ നെക്സ്റ്റ് യൂസ് ചെയ്യുന്ന പോലെയാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു സംഭവം കഴിഞ്ഞ് നേരെ അടുത്തേക്ക് പോകും. ഓക്കെ, നേരെ അടുത്തേക്ക് പോകുന്നത് ഏതാ? പാസ്പോർട്ട് ഡോട്ട് സീരിയലൈസിക്കാണ്. സീരിയലൈസ് എന്ന് പറയുന്നതിൽ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സീരിയലൈസ് ചെയ്യുക, അതായത് സെഷൻ ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ് സീരിയലൈസ്. ഓക്കെ, അപ്പോൾ ഒരു സെഷൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ സെഷൻ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ആ ഡാഷ്ബോർഡിൽ പോകുന്നു. ഓക്കെ, ഡാഷ്ബോർഡിൽ എത്തിക്കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് ടൈം നമ്മൾ റിക്വസ്റ്റ് അയക്കുമ്പോൾ ഡീസീരിയലൈസിലേക്ക് വരും. ഡീസീരിയലൈസ് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സെഷനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് ആ യൂസറിൽ നിന്ന് കിട്ടുന്ന സാധനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡീസീരിയലൈസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ റിക്വസ്റ്റ് ഡോട്ട് യൂസർ, ഈ സീരിയലൈസ് ചെയ്ത് റിക്വസ്റ്റ് ഡോട്ട് യൂസറിൻ്റെ അകത്താണ് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അതായത് ഡീസീരിയലൈസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സീരിയലൈസ് ചെയ്ത് ആദ്യം അയക്കും. ഓക്കെ, ദെൻ അതിന് ശേഷം ആ റിക്വസ്റ്റ് ഒന്നുകൂടെ അയക്കും. ഓക്കെ, അപ്പോഴാണ് ഡീസീരിയലൈസിൻ്റെ അകത്തേക്ക് എത്തുന്നത്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അതായത് കൺഫ്യൂഷൻ ആവണ്ട. അതായത് സീരിയലൈസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർക്ക് സെഷൻ ഐ ഡി കൊടുക്കുന്നു, അതിനുശേഷം യൂസറിൻ്റെ നിന്ന് തിരിച്ച് ആ സെഷൻ ഐ ഡി കിട്ടുന്നു, അവിടെ ഡീസീരിയലൈസ് ചെയ്യുന്നു. ഓക്കെ, ഡീസീരിയലൈസ് ചെയ്തിട്ട് ആ യൂസറിൻ്റെ സെഷൻ നമ്മൾ നമ്മുടെ സെർവറിൻ്റെ സെഷൻ സ്റ്റോറേജിൽ കൊണ്ടുവയ്ക്കുന്നു. സെഷൻ ഐ ഡിയും അറിയാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ സെഷൻ ഐ ഡിയുടെ വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ട് വരാം. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മുടെ യൂസർ ഉണ്ടെങ്കിൽ ആ ഒരു സംഭവം കാട്ടി കൊടുക്കുന്നു. ദെൻ ഇവിടെയുള്ള ലോഗ് ഔട്ടിൻ്റെ ഒരു റൗട്ടാണുള്ളത്. പിന്നെ ഓക്കെ, ദെൻ ഇവിടെ ആ ലോഗ് ഔട്ട് റൗട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ സെഷൻ ഡിസ്ട്രോയ്, അതായത് ആ സെർവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സെഷനെ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുക എന്നാണ് ലോഗ് ഔട്ടിൻ്റെ സംഭവം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഇത്രയ്ക്ക് ഉള്ള ആ കോഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കോംപ്ലിക്കേറ്റഡ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ വന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് പറയാനായിട്ട് നോക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് തന്നെ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, ബിക്കോസ് ഇത് ഞാൻ കുറേ അധികം റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചതാണ്. ഞാൻ യൂട്യൂബിലൊക്കെ കുറേ നോക്കി കണ്ടില്ല. അവസാനം ഞാൻ ചാറ്റ് ജിപിടിയോട് ചോദിച്ചു അവസാനം കുറേ ചോദിച്ച് കിട്ടിയതാണ് ഈ സംഭവം. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായ സംഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ മെയിൻലി ഇത്ര കാര്യങ്ങളാണ് പറയാനുള്ളത്. കുക്കി ഇല്ലാണ്ട് റിക്വസ്റ്റ് അയക്കാൻ നോക്കി കഴിഞ്ഞാൽ കിട്ടത്തില്ല. ആൻഡ് ഇറ്റ്സ് നൗ എ പ്രൊട്ടക്റ്റഡ് റൗട്ട്. ഓക്കെ, ദെൻ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ദെൻ നമുക്കിത് ഇനി കളയണം എന്നുണ്ടെങ്കിൽ നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ പോയിട്ട് കളയാം. ഓക്കെ, ഞാൻ ഇനി മോങ്കോ ഡി ബിയിൽ വന്നിട്ടുള്ള ആ ഒരു സംഭവം കാട്ടിത്തരാം. ഓക്കെ, ഇവിടെ മോങ്കോ ഡി ബിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിലും ഗൂഗിൾ ഐ ഡിയും കിട്ടുന്നതായിരിക്കും. ഓക്കെ, കണ്ടില്ലേ, ഇമെയിലും ഗൂഗിൾ ഐ ഡിയാണ് ഞാൻ ഇവിടെ സേവ് ചെയ്ത് വെച്ചത്. ഈ രണ്ടും നമ്മുടെ ഡാറ്റാബേസിലും കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രോഗ്രാമിംഗ് ഇഷ്ടമുള്ളവർക്കും പ്രോഗ്രാമിംഗ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് ഫീഡ്ബാക്ക് പറയാം. ഓക്കെ, എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, ഞാൻ പറഞ്ഞതിന് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു കിടക്കാച്ച വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, സീ സൂൺ ആൻഡ് ടേക്ക് കെയർ.